നമ്മൾ പല പ്രാവശ്യം ചെറിയ കുട്ടികളെ പേടിപ്പിക്കില്ലേ, അതായത് ചോറുണ്ണ്, അല്ലെങ്കിൽ കാക്ക വന്ന് കൊണ്ടുപോകും, വേഗം കിടക്കും, അല്ലെങ്കിൽ ഭൂതം വരും, യക്ഷി വരും, അല്ലെങ്കിൽ അങ്ങനെ പല പല എക്സ്ക്യൂസസ് കൊടുത്ത് നമ്മൾ കുട്ടികളെ പേടിപ്പിക്കും. മതം അതുപോലെയല്ല. മതം നമ്മളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നീ നല്ലത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ നരകത്തിലേക്ക് അയക്കും, ചൂടുള്ള എണ്ണയിൽ ഞാൻ നിന്നെ തളിപ്പിക്കും, വാട്ട് എവർ. ഐ മീൻ പല മതത്തിലും പല നരകങ്ങളുടെ ഡെഫിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ പലരും അതുതന്നെയല്ലേ, ഐ മീൻ മതങ്ങളും അങ്ങനെയല്ലേ നമ്മളെ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇങ്ങനെ ചെയ്താൽ നീ ഇങ്ങനെ പോവും, നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും, മറ്റത് ചെയ്താൽ ഇങ്ങനെയാവും എന്നൊക്കെ. ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമല്ലേ. ഇതൊക്കെ തട്ടിപ്പാണെന്ന്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വളരെ ലോജിക്കോടെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ചെറുപ്പത്തിൽ തൊട്ടേ നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ. അതായത് ചെറുപ്പത്തിൽ തൊട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. എത്ര സത്യം നമ്മുടെ ഒരു മനസ്സിൻ്റെ സൈഡ് നമ്മുടെ അടുത്ത് പറയാണ്, അത് നീ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഭാഗം നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് വിശ്വസിക്കാൻ നമുക്ക് അത് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാനും ഫോളോ ചെയ്യാനായിരിക്കും നമുക്ക് വിശ്വാസം. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. കൊലയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലാനോ അല്ലെങ്കിൽ സ്വയം ചാവാനോ എന്തിനും നമ്മൾ തയ്യാറ്. അതാണ് മതം.